രാത്രികാലങ്ങളിൽ ഉറങ്ങാതിരിക്കുന്നതിനെ കാൽപ്പനികവൽക്കരിക്കുന്നവർ ശ്രദ്ധിക്കുക. ഒരു ദിവസം ഒരു മനുഷ്യന് ആവശ്യമായ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ കാത്തിരിക്കുന്നത് 8ന്റെ പണിയായിരിക്കും. ഉറക്കം നഷ്ടപ്പെടുന്നതിലൂടെ ആരോഗ്യം നശിക്കുമെന്നത് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ചില പുതിയ പഠനങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. നല്ല ഉറക്കം ഓർമ്മക്കുറവ് ഉണ്ടാകുന്നത് തടയുക മാത്രമല്ല, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുമെന്നാണ് ഗവേഷകർ കണ്ടെത്തുന്നത്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായത്ര സമയം ഉറങ്ങുന്നതിലൂടെ ഓർമ്മ മെച്ചപ്പെടുമെന്നാണ് കാനഡയിലെ ബേക്കറസ് ഹെൽത്ത് സയൻസിലെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു വർഷം മുൻപുണ്ടായ ജീവിതത്തിലെ സംഭവ വികാസങ്ങൾ വരെ ക്രമത്തിൽ ഓർമ്മിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് ഉറക്കമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഒരു വസ്തുവിന്റെ വലിപ്പം, നിറം പോലുള്ള സവിശേഷതകൾ കാലക്രമേണ മറക്കുന്നത് സാധാരണയാണ്. എന്നാൽ നല്ല ഉറക്കത്തിലൂടെ ആ ഓർമ്മ പോലും നിലനിർത്താൻ സാധിക്കും. ബേക്കറസ്റ്റ് അക്കാദമി ഫോർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷന്റെ ഭാഗമായ റോഡ്മാൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ബ്രയാൻ ലെവിന്റെ സംഘമാണ് ഈ ഗവേഷണം നടത്തിയത്. ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ ഓർത്തുവെക്കുന്നതിന് ഉറക്കം എത്രത്തോളം നിർണായകമാണ് എന്നത് വെളിപ്പെടുത്തുന്നതാണ് പഠനം. നേരത്തെ കുവൈത്തിലെ ദസ്മാൻ ഡയബറ്റീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ ഒരു ദിവസത്തെ ഉറക്കം നഷ്ടപ്പെടുന്നത് പോലും ആരോഗ്യത്തെ വലിയ തോതിൽ ബാധിക്കുമെന്ന് കണ്ടെത്തിയിരുന്നു. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം തകരാൻ ഒരു ദിവസത്തെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് പോലും കാരണമാകുമെന്നായിരുന്നു അവർ വാദിച്ചത്. US ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ കമ്മിറ്റി ഓൺ സ്ലീപ്പ് മെഡിസിൻ ആൻഡ് റിസർച്ച് പറയുന്നത് രാത്രിയിൽ 6 മണിക്കൂറിൽ താഴെ ഉറങ്ങുന്നത് വൈജ്ഞാനിക പ്രകടനത്തെ ഗണ്യമായി ബാധിക്കുമെന്നാണ്. മനുഷ്യരുടെ ആയുസിന്റെ 1/3 ഭാഗം ഉറക്കത്തിനായിട്ടാണ് ചെലവഴിക്കുന്നത്. എന്നാൽ ജോലികളിലേക്ക് പ്രവേശിക്കുന്നതോടെ അനിവാര്യമായ ഈ ഉറക്കം നഷ്ടമാകാറാണ് പതിവ്. ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ബിഹേവിയറൽ ന്യൂട്രീഷൻ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ പഠനം ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ശാരീരിക പ്രവർത്തനങ്ങൾ കുറഞ്ഞ ഒരേ രീതിയിൽ ഇരുന്നുള്ള ഡെസ്ക് ജോലികൾ ചെയ്യുന്നവർക്ക് ഉറക്ക പ്രശ്നങ്ങൾ കൂടുതലാകാൻ സാധ്യത താരതമ്യേന കൂടുതലാണ്. അവർക്കിടയിലെ 37% ആളുകൾക്കും ഇൻസോംനിയയ്ക്ക് സമാനമായ ലക്ഷണങ്ങൾ സജീവമായിരിക്കുമെന്നും പഠനങ്ങൾ കണ്ടെത്തിയിരുന്നു.